അക്ഷിതയുടെ കൂടെ വന്നവരാരാ? ഡോക്ടർ വിളിക്കുന്നുണ്ട്. അകത്തേക്ക് വരൂ. വരൂ, ഇരിക്കും. അക്ഷിതയുടെ ഞങ്ങൾ അവളുടെ സിസ്റ്റേഴ്സ് ആണ്. ഇത് അവളുടെ ഹസ്ബൻഡാണ്. ഓക്കെ. അക്ഷിതയ്ക്ക് എന്തോ പെട്ടെന്നുണ്ടായ ഷോക്ക് കൊണ്ടാണ് കേട്ടോ ബോധം പോയത്. പിന്നെ ആളുടെ ബോഡിയും നല്ലോണം വീക്കായിരുന്നു. അതിനാലൊക്കെ കൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഇപ്പോ ആളുടെ കണ്ടീഷൻ സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റൂമിലേക്ക് മാറ്റാണ്. നിങ്ങൾക്കൊരു ഹാഫ് ആൻ അവർ കഴിയുമ്പോ ആളെ കാണാൻ പറ്റും. ഇനി ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ. ആൾക്ക് കുഴപ്പമൊന്നുമില്ല. ശരി എന്നാ. ചേട്ടാ, എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യും. ഞാനും അമ്മും ദൈവം ഉണ്ടല്ലോ, നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലേ. പിന്നെ വന്നാ മതി. ഇപ്പൊ അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞങ്ങളിവിടെ നിന്നോളാം. വിജേട്ടാ, ഞാനും കൂടി ഇവിടെ നിന്നോട്ടെ. വീട്ടിൽ ചെന്ന് എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അക്കുച്ചി വേണ്ടടി, നീ ചെല്ലേ. ഞാനുണ്ടല്ലോ, ഞാൻ നോക്കോളാം. എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം. നീ സമാധാനമായിട്ട് ചെല്ലി വിജേട്ടൻ്റെ കൂടെ. എന്നാ ഞങ്ങൾ കൂട്ടി ചെല്ലട്ടെ. കുറച്ചു നേരം കഴിയുമ്പോ നിങ്ങൾക്കുള്ള ഡ്രസ്സും ഫുഡും ഒക്കെ ആയിട്ട് ഞങ്ങൾ വരാം. പിന്നെ എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും വിളിക്കാൻ പഠിക്കില്ലേ. ഞങ്ങൾ ഉടനെ തന്നെ ഇങ്ങ് എത്തിയേക്കാം. പിന്നെ 3 ഇവിടെ തന്നെ കാണണം, എങ്ങും പോയേക്കല്ലേ. അക്കു, നമുക്കെന്നാ ഇറങ്ങിയാലോ? എന്തുണ്ടെങ്കിലും ഉടനെ എന്നെ ഫോൺ വിളിച്ച് പറയാനേടി. എനിക്ക് പോവാൻ മനസ്സുണ്ടായിട്ടല്ല. നോക്കോണേടി അവിടെ. ഋഷി, പോവാൻ പറ്റേട്ടാ. വേദ്, വാ, നമുക്കൊരു കോഫി കുടിച്ചിട്ട് വരാം. എനിക്ക് വേണ്ടടാ, നിങ്ങൾ കുടിച്ചിട്ട് വാ, ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്തിനായിരുന്നു ഈ നാടകം? എടാ, ഞാൻ അത് ഋഷിത, എന്താ നിങ്ങള് ഇതെന്ന് ഇങ്ങനൊക്കെ ചോദിക്കുന്നേ? നിനക്ക് അറിയാഞ്ഞിട്ടാമോ? ഇവൻ ഇഷ്ടമാണ് അവളെ ഒരുപാട്. പിന്നെ ഈ ഒരു ഡിവോഴ്സ് പേപ്പറിന് ആവശ്യം എന്തായിരുന്നെന്നാ എനിക്കറിയേണ്ടത്. അപ്പോ നിനക്ക് പിന്നെന്തിനാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഋഷിയേട്ടാ. നമുക്ക് എന്തെങ്കിലും മനസ്സിലാവണമെങ്കിൽ ഇവൻ വാ തുറക്കണം. അമ്മു, എന്തിനായിരുന്നു വേദു ഇതൊക്കെ? പറയടാ, മതിയായില്ലേ ഇനി നിനക്ക് അവളെ വേദനിപ്പിച്ച്? ഇന്ന് നമുക്ക് അവളെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടിരുന്നെങ്കിലോ? പറയടാ, വാ തുറന്നെന്തെങ്കിലും. ഋഷിയേട്ടാ, അവനെ വിട്, ഇതൊരു ഹോസ്പിറ്റലാണ്. വീട് പറയും, വെറുതെ നിന്നിങ്ങനെ തല്ലുകൊള്ളാതാ. അടിക്കട്ടെ, ഞാനത് അറിയിക്കുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം എന്നെ കുറ്റപ്പെടുത്താൻ കാരണങ്ങളുണ്ട്. എന്റെ അവസ്ഥ കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ശരിയാ, ആദ്യം വാശിപ്പുറത്താ, വെറുപ്പ് കൊണ്ട് തന്നെയാ ഞാൻ അവളെ കല്യാണം കഴിച്ചേ. ദ്രോഹിക്കണമെന്ന് കരുതിയിട്ടുണ്ട്, ദ്രോഹിച്ചിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്, അവഗണിച്ചിട്ടുണ്ട്, ആക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷെ എപ്പോഴോ ഞാൻ പോലും അറിയാണ്ട് ഞാൻ അവളെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. പക്ഷെ അവക്കങ്ങനെ ഇല്ല. അവക്ക് കുറച്ചുകൂടി ടൈം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ഞാനൊരു യാത്ര പോന്നു. പോണ വഴിയും എല്ലാം അവൾ എന്ന ചിന്ത മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. തിരിച്ചു വരുമ്പോ അവൾ എന്നെ സ്വീകരിക്കണേ എന്ന പ്രാർത്ഥനയായിരുന്നു മനസ്സ് മുഴുവനും. എല്ലാരും വിളിച്ച് അവളിൽ മാറ്റം ഉണ്ടായി, ഇനിയെല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അനുഭവിച്ച സന്തോഷം തിരിച്ചു വന്നപ്പോ ഞാനും കണ്ടു, അനുഭവിച്ചറിഞ്ഞു. ആ കണ്ണുകളിൽ എന്നോടുണ്ടായ ഭാവമാറ്റത്തെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ. എക്സാം കഴിഞ്ഞ് ഒരു നല്ല സമയവും സന്ദർഭവും നോക്കി എന്റെ ഉള്ളിലുള്ളതെല്ലാം പറഞ്ഞ് അവളെ സ്വന്തമാക്കാം എന്ന് തീരുമാനിച്ചതാ ഞാൻ. അപ്പോഴോ നീ എന്ത് കാര്യം പറയടാ. ഒരു ദിവസം ഞാൻ റൂമിലേക്ക് പോയപ്പോ ഗാർഡനിൽ അമ്മു അക്ഷരം കൂടി ഇരുന്ന് പഠിക്കുമായിരുന്നു. അവളുടെ ആ കളിയും ചിരിയും കണ്ട് നോക്കി നിന്നുപോയി ഞാൻ. അപ്പോഴാണ് ഞാനത് കേട്ടത്, എന്നെ ജീവനോട് ഇല്ലാണ്ടാക്കിയ ആ വാക്കുകൾ. ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നവരാ. അങ്ങേരുടെ കൂടെ ജീവിക്കുന്നതിനെക്കാളും നല്ലത് മരിക്കുന്നതാണെന്ന് പോലും ആഗ്രഹിക്കുന്ന നിമിഷങ്ങളുണ്ട് എനിക്ക്. നിനക്കറിയോ? അതുകൂടി കേട്ടിട്ട്
ഞാൻ എങ്ങനെയാ ഞാൻ ഇഷ്ടം പറയുക? ഞാൻ കാരണം ബുദ്ധിമുട്ടുണ്ടാന്നോർത്ത് ഉള്ളു പിടഞ്ഞിട്ടും അവള് ഹാപ്പിയാവാൻ ഈ ചങ്ങനയിൽ നിന്ന് എന്നേക്കുമായി അവളെ രക്ഷിക്കാൻ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അവൾ ആഗ്രഹിച്ചത് എങ്ങനെയും അവൾക്ക് സാധിച്ചു കൊടുക്കാൻ ഇത് തന്നെയാന്ന് എനിക്ക് തോന്നി. അവളെ ഹാപ്പിയാക്കാൻ, അവൾ ആഗ്രഹിച്ച സാധിച്ചു കൊടുക്കാൻ. അവൾ നിന്നെയാണ് ആഗ്രഹിച്ചത് വീട്. നീയാണ് അവളുടെ ഹാപ്പിനെസ്. നീ വിളിച്ചപ്പോ ഞങ്ങളും കരുതി നീയെല്ലാം അവളോട് തുറന്നു പറയാനായിരിക്കുമെന്ന്. അവളുടെ മുഖത്ത് കണ്ട ആ സന്തോഷം, അവൾ ആ വാർത്ത പ്രതീക്ഷിച്ചു വന്നപ്പോ നീ എല്ലാം പോട്ടെ. നീ ഇപ്പൊ പറഞ്ഞല്ലോ അവൾ പറഞ്ഞത് കേട്ടു എന്ന്. അത് നിന്റെ തെറ്റിദ്ധാരണയാണ് വീട്. നീ പണ്ട് ചെയ്ത തെറ്റ് തന്നെയാ നീ വീണ്ടും ആവർത്തിച്ചത്. അവൾ പറഞ്ഞ മുഴുവനും കേൾക്കാതെ നീ അവളെ ജഡ്ജ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അവളെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നീയാ വീട്. നീ മാത്രമാ. ഇത് ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക. അവൾക്ക് നീ ആരാണെന്ന് നിനക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല. ഏട്ടത്തി, ഞാനിതൊന്നും പക്ഷേ ഋഷി, വീണ്ടും ഞാൻ തോറ്റുപോയല്ലടാ. ഏവേതു ഒന്നുമില്ലടാ, എല്ലാം ശരിയാവും. നിങ്ങൾ പരസ്പരം ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ നിങ്ങൾക്കിടയിലുള്ളൂ. പക്ഷേ അതിന് നിങ്ങൾ രണ്ടാളും തയ്യാറായില്ല. ഇനിയെങ്കിലും നിങ്ങൾ രണ്ടുപേരും തുറന്നൊന്ന് സംസാരിക്കേ. നീ വാ. അക്ഷതയെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 103 ആണ് റൂം നമ്പർ. നിങ്ങൾക്ക് ഇനിയിപ്പം കയറി കാണാം. ശരി വീട്, ബാക്കിയെല്ലാം നിങ്ങൾ പരസ്പരം സംസാരിച്ച് തീരുമാനിക്കുക. ശരി, പോയിട്ട് വാടാ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. അക്ഷു, ഐ സോ സോറിടാ. ഞാനെല്ലാം കുളവാക്കിയല്ലേ. സോറി, ഐ വാസ് സോ സ്റ്റുപ്പിഡ്. കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് നിന്നെ ഇങ്ങനെ. ഞാൻ കാരണമാണെന്ന് ഓർക്കുമ്പോ ഇല്ലാണ്ടാവുക ഞാൻ നിന്റെ വായിന്ന് അന്ന് അങ്ങനൊക്കെ കേട്ടപ്പോ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലടാ. സംശയിച്ചു പോയടാ ഞാൻ നിന്നെ. നിന്റെ ഭാഗത്ത് അക്ഷു എപ്പോഴും ശരി. ഞാനാ നിന്നെ തെള്ളി ദൂരത്തേക്ക് അകറ്റാൻ ശ്രമിച്ചത്. ഐ വാസ് സോ റോങ്. എല്ലാം എന്റെ തെറ്റാക്ഷു. നിനക്കെന്നോട് ക്ഷമിക്കാൻ പറ്റില്ലേടി. ഇനി ചിലപ്പോ കണ്ണു തുറക്കുമ്പോ നീ എന്നെ വെറുത്തിട്ടുണ്ടാവോ? നിന്റെ സ്നേഹം അറിയാണ്ട് വീണ്ടും വേദനിപ്പിച്ചല്ലേ ഞാൻ. ഇനിയും എന്തെങ്കിലും ഉണ്ടാവുന്നതിന് മുന്നേ എനിക്ക് തുറന്നു പറയണം എന്റെ ഉള്ളിലെ പ്രണയം. ഇനി വിട്ടു കൊടുക്കില്ല ഞാൻ ഒന്നിനും എന്റെ കുഞ്ഞിയെ. അപ്പൊ നിനക്കറിയായിരുന്നോ? കണ്ണിന്റെ ട്രിപ്പ് പോയപ്പോ എനിക്കെല്ലാം മനസ്സിലായി. ആ നിമിഷം എല്ലാം പറയണമെന്ന് കരുതിയതാ. പക്ഷേ കണ്ണീരിന് എന്നെ ഓർമ്മയുണ്ടാവില്ല എന്ന് കരുതി ഞാൻ. കുഞ്ഞി, സോറിഡി. ഒത്തിരി വേദനിപ്പിച്ചുവല്ല ഞാൻ. ക്ഷമിക്കടി എന്നോട്. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. കണ്ണീട്ടാ, അപ്പൊ നിനക്കും വല്ല ഓർമ്മയുണ്ടായിരുന്നോ? ഞാൻ ഓർത്തു അങ്ങനെ ഒരു സംഭവം പോലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല എന്ന്. നിനക്കന്ന് വയ്യാതെ വന്നപ്പോ
ഞാൻ നിന്റെ മെഡിസിൻ എടുക്കാൻ നിന്റെ വീട്ടിൽ പോയത് ഓർമ്മയുണ്ടോ? അന്ന് മെഡിസിൻ എടുക്കുന്ന കൂട്ടത്തിൽ നിന്റെ ഡയറിയിലുള്ളിൽ ഞാൻ എന്റെ പെൻഡന്റ് കണ്ടു. അങ്ങനെ ഡയറി വായിച്ചപ്പോ എന്നോട് ചോദിക്കാതെ ഡയറി എടുത്ത് വായിച്ചോ? എനിക്കറിയാൻ വായിക്കരുതെന്ന് പറ്റിപ്പോയടാ. ബട്ട് അത് നന്നായെന്ന് ഇപ്പൊ തോന്നുന്നു. ഇല്ലേ ഞാൻ എന്റെ കുഞ്ഞിയെ എവിടെ പോയി കണ്ടുപിടിച്ചേനെ. എന്നിട്ടെന്താ, അന്ന് തുടങ്ങിയതാ ഈ മൺപണി നെഞ്ചിക്കറി താളോടിക്കാൻ. പക്ഷെ എന്ത് ചെയ്യാൻ, എന്തേലും പറയാൻ വരുമ്പോ ചാടിത്തുള്ളി വരവല്ലായിരുന്നോ? സോറി കുഞ്ഞി, നിനക്ക് പൊറുക്കാൻ പറ്റുന്നതല്ല ചെയ്തു തോന്നുന്നു എനിക്കറിയാം. Again, I'm sorry ഡാ. ഇനിയും എനിക്കിങ്ങനെ വയ്യ. ഇറ്റ്സ് ഓക്കെ കണ്ണേട്ടാ, നമ്മൾ രണ്ടാളും പരസ്പരം ഹേർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഒരാൾ മാത്രമല്ല ഒന്നിന് കാരണം. I was so stupid. നോ കണ്ണേട്ടാ, ഞാനോട്ട് മോശമല്ലായിരുന്നല്ലോ. ഫൈറ്റ്, നമ്മൾ പറഞ്ഞ വാക്കുകൾ. The divorce papers. I regretted so much, Akshu. ഇപ്പൊ നിന്നെ ഇങ്ങനെ കാണുമ്പോ ഞാൻ എന്റെ ജീവിതത്തിലെടുത്ത ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള തീരുമാനം അതായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുക. ഞാൻ ഓർത്തു നിനക്കെന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നല്ലേ, സഹിക്കുമായിരുന്നു അല്ലേ? ഐ തോട്ട് യു ആർ ടോളറേറ്റിംഗ് മീ. പിന്നെ അതുകൂടി കണ്ടപ്പോ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഇതൊക്കെ കാണുമ്പോ നമ്മൾ എത്ര ഫൂളിഷ് ആണെന്ന് തോന്നുക. സിലി ഫൈറ്റ്സ്, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, ആങ്കർ, അങ്ങനെ എന്തല്ല. നമ്മളെ ഒന്ന് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ നമുക്കിടയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് നമ്മളത് ഈ ഹോസ്പിറ്റൽ ബെഡ് വരെ കൊണ്ട് നിർത്തിയേക്കുന്നത്. എന്താ അല്ലേ? ഐ ലവ് യു കുഞ്ഞി. കനേട്ടാ, ഇനിയും പറയാതെ പിടിച്ചു നിൽക്കാൻ വയ്യടി, എനിക്ക് പറ്റണില്ല. എനിക്ക് ഐ ലവ് യു സോ മച്ച് ആൻഡ് പ്ലീസ് ഡോണ്ട് ഈവൻ തിങ്ക് ഓഫ് ലിവിങ് മീ. no never love you too കനേട്ടാ. എല്ലാം മറക്കാൻ നോക്കി നമുക്ക്. കഴിഞ്ഞു പോയതൊന്നും നമുക്കിനി വേണ്ട. ഫൈറ്റ്സ്, ഡിവോഴ്സ് പേപ്പേഴ്സ് ഒന്നും. ലെറ്റ്സ് ബേൺ ദം റൈറ്റ് നൗ. ലെറ്റ്സ് സ്റ്റാർട്ട് ഓവർ അഗൈൻ. എന്റെ പത്നിയായിരിക്കാൻ അക്ഷിത മോഹന് സമ്മതമാണോ? 100 വട്ടം. കുഞ്ഞി, ക്യാനായി സോറി, വെരി സോറി ഗൈസ്. തെറ്റിപ്പിരിഞ്ഞോ സോളോ ആയോ എന്ന് നോക്കാൻ വന്നതാ. ബട്ട് ഞാൻ ലേറ്റ് ആയി തോന്നുന്നു. ഗൈസ് കണ്ടിന്യൂ. പിന്നെ ഇന്ന് ഡിസ്ചാർജ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഞങ്ങള് കട്ടുമാവുന്നില്ല അല്ലയോടി? അക്ഷു, ഞങ്ങൾ ഇറങ്ങുവാട്ടോടി. എൻജോയ്. എന്നാ ശരി, ഞങ്ങൾ അങ്ങോട്ട് പോവാ. പിന്നെ ഹോസ്പിറ്റലാണ്, ആ ഒരു ബോധം രണ്ടിനും വേണം. പോടാ. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. കല്യാണം ചെറിയൊരു ചടങ്ങായിട്ടല്ലേ ഉള്ളായിരുന്നു. പിള്ളേർക്ക് അങ്ങനെ വേണമെന്നായിരുന്നു. പിന്നെ ഞങ്ങളും അങ്ങ് ആവട്ടെ എന്ന് ഓർത്തു. അതായി ഇപ്പൊ ഇങ്ങനൊരു റിസപ്ഷൻ വെക്കാനെന്ന് കരുതിയത്. പിന്നെ ഞങ്ങളെ സുന്ദരിമണികളെ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണ്ടേ? അത് വൃന്ദ പറഞ്ഞ ശരിയാ. ഞങ്ങള് നോക്കട്ടെ അവന്മാരുടെ സെലക്ഷൻ എങ്ങനെയുണ്ടെന്ന്. അവന്മാരല്ലേ, സെലക്ഷൻ മോശമാവാൻ വഴിയില്ല.
ഹൗ അങ്ങനെ അവർ ഒന്നുകയാണ് സുഹൃത്തുക്കളെ. ഇനി ഒളിപ്പിച്ചോണ്ട് നടന്ന ആമ്പിള്ളാരുടെ ചൂട് നീ അറിയും. ഒന്ന് ഓടി. ഷേ, നീ ഇതെന്തൊക്കെയാണ് ഈ പറയുന്നേ? They are sisters to me. അയ്യ, അങ്ങനെയാണെ നിന്റെ ശരീരത്തിന് കൊള്ളാം. ഷേ, കൂടെ നടന്നിട്ട് നീയൊക്കെ എന്നെ പറ്റി ഇങ്ങനെയാണോ വിചാരിച്ചു വെച്ചേക്കുന്നേ? ബ്ലഡി ഗേൾസ്. ഓ, ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? എപ്പോഴും അക്ഷയമായിട്ട് നിനക്കൊരു രഹസ്യം പറച്ചിലും പൊട്ടിച്ചിരിയും. എന്തുവായിരുന്നു? വീരേട്ട വന്നോണ്ട് അവളെ രക്ഷപ്പെട്ടു. എടി റോസേ, ഞാൻ നിന്നെ അമ്മ വിളിക്കുന്നു. എടി, എന്നാ ഞാൻ പോയിട്ട് വരാവേ. എന്റെ മൂക്ക് ജലസ് തോന്നിയോടി. ഞാനെന്തിനാ ജലസടിക്കുന്നേ? എനിക്കറിയാം പക്ഷെ നിനക്ക് സ്പെഷ്യലാണ്, പിന്നെ വേറൊന്നുമില്ലെന്നു. ശരിക്കും പിന്നെന്തേ ആ ടോക്കി ചേട്ടനൊരു കുശുമ്പ് തോന്നിയേ? ഏത് ചേട്ടൻ? ഒന്ന് പോയടാ. നിക്കടി അവിടെ. നാസിയ, ഐ ലവ് യു. എങ്ങനെ പ്രപ്പോസ് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നടി. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, അതൊക്കെ പ്ലാൻ ചെയ്യായിരുന്നു ഞങ്ങൾ. അപ്പോഴാ പിന്നെ വേദേട്ടം വന്ന് ഇങ്ങനെയൊക്കെ. എനിക്കിങ്ങനെ ഒത്തിരി ഇഷ്ടാടി. ശരിക്കും കളിപ്പിക്കാൻ പറയാമല്ലോ അല്ലേ? ഇനി വേറെ പെൺപിള്ളാരോട് ഫ്ലോട്ട് ചെയ്ത് നടക്കുവോ? നീ നോവാണ് പറയുന്നതെങ്കിൽ കൊല്ലും ഞാൻ. ചൂടാ ചൂടാ കുറഞ്ഞേ. കൊരങ്ങനോ? നാസിയ, ഫൈനലി അങ്ങനെ എല്ലാം നന്നായി നടന്നു. ഓ, കുറച്ച് കഷ്ടപ്പെട്ടേലും ബലയുണ്ടായി. അപ്പോ പരിയെ എങ്ങനെ തുടങ്ങുമല്ലേ? എന്തോന്ന് നിങ്ങൾക്ക് എന്തോ മനുഷ്യ? രാത്രി ആണല്ലോ, എന്താ എന്തൊരു ചൂടായിരുന്നു. ഇതെല്ലാം കൂടെ ഇട്ട് നിന്ന് ഭ്രാന്തെടുക്കുന്നു. ഇതെല്ലാം ഒന്ന് ഊരി കളഞ്ഞിട്ട് വേണം സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ. അതിനെന്താ, എന്നെൽപ്പ് ചെയ്യാലോ. ആണോ? വലിയ ഉപകാരമായിരിക്കും വെച്ചോട്ടാ. എനിക്കൊരു കാര്യം ചെയ്യും, ആ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റി വെച്ചേരെ. തിരക്കിനിടയിൽ എനിക്ക് പറ്റിയില്ല. ഞാൻ ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വരട്ടെ. ഇവള് മൂട് കളഞ്ഞു. നീയൊക്കെ ഒരു ടീച്ചറാണോടി? അവളുടെ ഒരു നോടി കുറെ ആയ അവളുടെ ഒരു നെഗളിപ്പ്. വേണ്ട, അടങ്ങിയിരിക്കടി. മര്യാദക്ക് വിളിച്ചപ്പോ സോറി, ഞാൻ തമാശക്ക്. നിന്റെ ഒരു തമാശ. മാസായോ പട്ടിണി കിടക്കാൻ തുടങ്ങിയിട്ട്. എങ്ങനെയോ പട്ടിണി കിടക്കുന്ന പട്ടിയുടെ മുന്നിൽ ബിരിയാണി കൊണ്ടുവച്ച് കഴിക്കാൻ അങ്ങോട്ട് തുടങ്ങിയപ്പോ എന്ത് ചെയ്യാം, പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പോൾ അവളുടെ ഒരു ചേട്ടാ, ഒരു നാളില്ലേ നിങ്ങക്ക്? എന്റെ ഭാര്യയുടെ മുന്നിൽ ഞാനെന്തിനാ നാണിക്കുന്നത്? എന്തുപറ്റി? നീ കംഫർട്ടബിൾ അല്ലേ? എങ്കിൽ ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുകൊണ്ടല്ല, ഞാനിപ്പോഴും പഠിക്കല്ലേ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇറ്റ്സ് ഓക്കേടാ.
ടേക്ക് യു ടൈം. ഗുഡ് നൈറ്റ്. നീ കിടന്നോ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. കണ്ണേട്ടാ, അതില്ലേ ഞാൻ എന്താണ് ഉദ്ദേശിച്ചേ? എന്തിനും പറയാനുണ്ടേ തെളിച്ച് പറയണ്ടേ? മറ്റതില്ലേ, ഇപ്പൊ ഞാനത് വേണ്ടാന്ന് പറഞ്ഞു വെച്ച് കെട്ടിപ്പിടിക്കാൻ പാടില്ല, കിസ് ചെയ്യാൻ പാടില്ല എന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. ആഹാ, സാരില്ലാടി, നമുക്കൊന്നിച്ചു മതിയല്ല. കഷ്ടമുണ്ട് കേട്ടോ കണ്ണേട്ടാ. അച്ചടാ, എന്താ പെണ്ണിന്റെ ഒരു ബൂതി? കിടന്നുറങ്ങണി അങ്ങോട്ട്. ഇത് സമ്മതിക്കത്തില്ല. പോടോ. എന്റെ കുഞ്ഞി, എന്നെ കൊണ്ട് ഞാൻ തോറ്റു. വാ. ഇന്നത്തെ കൊട്ട കഴിഞ്ഞു. മിണ്ടാണ്ട് കിടന്നുറങ്ങിക്കോ നീ മര്യാദക്ക്. ഇല്ലേ ഉമ്മയെ നിർത്തില്ല ഞാൻ, പറഞ്ഞേക്കാം. അടക്കി വെച്ച സിംഹത്തെ നീ എന്നെ കൊണ്ട് പുറത്തെടുപ്പിക്കരുത്. ഇല്ല, വേണ്ട വേണ്ട, ഞാൻ എപ്പോഴേ ഉറങ്ങി. കണ്ണേട്ടാ, I love you. ഈ പെണ്ണിനെ കൊണ്ട് love you too. ഓ, എല്ലാരും നോക്കി ചിരിച്ചും കാര്യം പറഞ്ഞും ഞാനങ്ങ് വയ്യാണ്ടായി പുല്ല്. ഒന്നും വേണ്ടായിരുന്നു. ഐ എം സോ എക്സോസ്റ്റഡ്. ഓഹോ, ആരായി പറയുന്നേ? ലേഡീസിന്റെ ഫുൾ അറ്റൻഷൻ നിങ്ങളിലല്ലായിരുന്നോ? മിസ്റ്റർ സോഷ്യൽ ബട്ടർഫ്ലൈ ഋഷികേഷ് ശങ്കർ. എന്റെ കെട്ടിയോട് കോശുമ്പോ ഇസ് ഇറ്റ് ട്രൂ സ്വീറ്റ് ഹാർട്ട്? ഐ കാണ്ട് ബിലീവ്. പോയുടെ അവിടുന്ന് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് ഐ എം എക്സോസ്റ്റഡ്. പൊക്കോണം. മാറങ്ങോട്ട്. എന്തു അടി, നല്ലൊരു ദിവസമായിട്ട് ചുമ്മാ മോന്ത വീർപ്പിച്ച്. എന്താ എന്റെ കൊച്ചിന്റെ പ്രശ്നം? എല്ലാരും ഋഷിയോട് സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്യുമ്പോ എനിക്കെന്തോ ഞാൻ എന്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നേ, എന്നേക്കാൾ നല്ലൊരാളെ ഏട്ടന് കിട്ടുമായിരുന്നോ എന്നൊക്കെ എന്തോ ഒരു തോന്നൽ. ഒരെണ്ണം അങ്ങോട്ട് തന്നാലുണ്ടല്ലോ അമ്മോ. ഇന്ന് വരെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് പെരുമാറിയിട്ടുണ്ടോ നിന്നോട് ഇങ്ങനൊക്കെ ചിന്തിക്കാനായിട്ട്? അവളുടെ ഒരു ആടി വേറൊരെണ്ണത്തെ കിട്ടിയായിരുന്ന മതിയായിരുന്നു എനിക്ക്. സന്തോഷമായില്ലേ? ഋഷിയേട്ടാ, അങ്ങനെയല്ല ഞാൻ. ഇന്ന് പെട്ടെന്ന് എല്ലാരെയും കണ്ടപ്പോ അറിയില്ല എനിക്ക് എന്താന്ന്. സോറി. നോക്ക്, എനിക്ക് ദൈവം കൊണ്ടു തന്ന നിധിയാ നീ. ചിലപ്പോ ഞാനോ അമ്മയോ കണ്ടുപിടിച്ചാ പോലും നിന്നെ പോലെ ഒരാളെ എനിക്ക് കിട്ടിയെന്ന് വരില്ല. ഇനി ഇന്ന് കണ്ടത് അതൊക്കെ അച്ഛന്റെ ഫ്രണ്ട്സിന്റെ മക്കളാടി. പണ്ട് തൊട്ടേ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ. പിന്നെ നിനക്കത് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ ഇനി ഒരിക്കലും. ഈ അങ്ങനല്ല, അതൊന്നും വേണ്ട ഋഷിയേട്ടാ. ഞാൻ പെട്ടെന്ന് അവരെയൊക്കെ കണ്ടപ്പോ. പോട്ടെ, നീ പോയി ഫ്രഷ് ആയിട്ട് കിടക്കാൻ നോക്ക്. സമയത്തിന്. ആ ഋഷിയേട്ടാ. ഋഷിയേട്ടൻ എങ്ങോട്ടാ? ഞാനങ്ങോട്ട് ഫ്രഷ് ആവാൻ. എന്താണ്? വെറുതെ വാട്ടർ വേസ്റ്റ് ചെയ്യണോ അമ്മൂട്ടാ? ഋഷിയേട്ടനെ കൊണ്ട് ഞാൻ തോറ്റു. വാ വേണ്ട അങ്ങോട്ട്, വെറുതെ സമയം കളയാതെ.